തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. വൈകിട്ട് 6 മണി വരെയാണ് പ്രചാരണത്തിനുള്ള സമയം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഡോർ ടു ഡോർ ക്യാമ്പയിനിലും വാഹന പ്രചാരണങ്ങളിലും സജീവമാണ്. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. മനേഷ്, ഇന്നിപ്പോൾ എല്ലാ പ്രമുഖ നേതാക്കളും റോഡ് ഷോയുമായാണ് രംഗം പിടിക്കാൻ പോകുന്നത്, കളം നിറയാൻ പോകുന്നത്. കാരണം ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. പുതിയ പാർട്ടികൾ, നേരത്തെ നിലവിലുള്ള പാർട്ടികൾ, ഇവർക്കെല്ലാം തന്നെ വളരെ നിർണായകമാണ്. ഏതൊക്കെ സീറ്റുകൾ കയ്യിൽ നിന്ന് പോകും, ഏതൊക്കെ സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയും, ആര് അട്ടിമറി നടത്തും, ഇത്തരം ചോദ്യങ്ങളും ഒക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. എന്താണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പരിപാടികൾ? കുട്ടിക്കലാശം വലിയ രീതിയിൽ തമിഴ്നാട്ടിൽ ഉണ്ടാകാറുണ്ടോ? പ്രജിൻ, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരളത്തിലുള്ളതുപോലെ കുട്ടിക്കലാശം വലിയ ആഘോഷമല്ല തമിഴ്നാട്ടിൽ. സാധാരണ നിലയിലുള്ള വാഹന പ്രചാരണം, അത് കഴിഞ്ഞാൽ ഈ റോഡ് ഷോകൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ 6 മണിയാകുമ്പോഴേക്കും അവസാനിക്കാറാണ് പതിവ്. എന്തായാലും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇന്നിപ്പോൾ രാവിലെ 7 മണിയോടുകൂടി സോഴിങ്ങനെല്ലൂരിൽ നിന്നാണ് പ്രചാരണം ആരംഭിക്കുന്നത്. അത് ഉച്ചവരെ അദ്ദേഹം ഡോർ ടു ഡോർ ക്യാമ്പയിനാണ് നടത്തുന്നത്. സോഴിങ്ങനെല്ലൂർ, അത് കഴിഞ്ഞ് വേലച്ചേരി കഴിഞ്ഞ് സെയ്താപ്പേട്ട്, ഈ മൂന്ന് മേഖലകളിലാണ് സിഎമ്മിന്റെ ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടക്കുക. അതിനുശേഷം 3 മണി മുതൽ റോഡ് ഷോ ആണ്. അത് വില്ലിവാക്കത്ത് നിന്നും ആരംഭിച്ച് കൊളത്തൂരിൽ സമാപിക്കുന്ന രീതിയിലാണ്. കൊളത്തൂർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണ്. കൊളത്തൂരിൽ സമാപിക്കുന്ന രീതിയിലാണ് ആ ഒരു മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടി എന്തായാലും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് വിജയിലേക്ക് വരുമ്പോൾ, വിജയ് ഇന്ന് സോഴിങ്ങനെല്ലൂർ, അതായത് മുഖ്യമന്ത്രി ആദ്യം എത്തുന്ന സോഴിങ്ങനെല്ലൂരിൽ നിന്നും റോഡ് ഷോ ആരംഭിക്കും. സോഴിങ്ങനെല്ലൂരിൽ 10 മുതൽ 12 മണി വരെയും 12 മുതൽ 2 മണി വരെ സെയ്താപ്പേട്ടിലുമാണ് വിജയുടെ റോഡ് ഷോ നടക്കുക. അതിനുശേഷം നന്ദനത്ത് ഒരു പൊതുയോഗത്തിനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതെന്തായാലും അതുമായി ബന്ധപ്പെട്ടൊരു കൺഫർമേഷൻ വന്നിട്ടില്ല. നന്ദനം YMCA ഗ്രൗണ്ടിൽ ഒരു പൊതുയോഗം, അവിടെ 5000 പേർക്ക് പോലീസ് അനുമതി നൽകിയിട്ടുണ്ട്. പക്ഷെ TVKയുടെ ഭാഗത്തു നിന്നും എന്തായാലും അത് നടക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് നമുക്ക് ലഭിച്ചിട്ടുമില്ല. അതാണ് TVKയുടെ ഭാഗത്തു നിന്നുള്ള ഒരു, അല്ലെങ്കിൽ വിജയുടെ പര്യടനവുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. എടപ്പാടി പളനിസ്വാമി എടപ്പാടി കേന്ദ്രീകരിച്ച്, അതായത് അദ്ദേഹത്തിന്റെ മണ്ഡലം പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ മണ്ഡലം കേന്ദ്രീകരിച്ചാണ് ഇന്നിപ്പോൾ പ്രചാരണം നടത്തുക, വാഹന പ്രചാരണമാണ് നടത്തുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ ചെന്നൈയിൽ തന്നെയുണ്ട്. മറ്റാളുകളാണെങ്കിൽ അവരുടെ മണ്ഡലം കേന്ദ്രീകരിച്ചാണ് പര്യടനം നടത്തുക. പ്രജിൻ സൂചിപ്പിച്ചതുപോലെ വലിയ പല പാർട്ടികൾക്കും വളരെ നിർണായകമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും വിജയുടെ തമിഴക വെട്രിക്കഴകം എന്ന് പറയുന്ന പാർട്ടിക്ക്. കാരണം ആദ്യമായി തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നു, ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. സ്വാഭാവികമായും വിജയ്ക്കൊപ്പം ഒരുപാട് ആളുകൾ എല്ലാ ഇടങ്ങളിൽ നമ്മൾ ഇന്നലെ കൂടെ കണ്ടതാണ്. ഒരുപാട് ആളുകൾ വിജയുടെ വാഹനത്തെ അല്ലെങ്കിൽ വിജയെ കാണാനൊക്കെ എത്തുന്നുണ്ട്. അത് എത്രത്തോളം ഒരു വോട്ടായി മാറുമെന്നത് വളരെ നിർണായകമാണ് വിജയെ സംബന്ധിച്ച്. കാരണം സിനിമ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് വന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും വിജയെ സംബന്ധിച്ച്, തമിഴക വെട്രിക്കഴകത്തിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. അണ്ണാഡിഎംകെ സഖ്യം വലിയ തോതിൽ അത് അവർ ഭരണം പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം എന്തായാലും അവരുടെ ഭാഗത്തുനിന്നുണ്ട്. അത്ര തീവ്രമായി തന്നെയാണ് അവരുടെ പ്രചാരണവും മുൻപോട്ട് പോകുന്നത്. ഡിഎംകെക്ക് ഒരു ഭരണ തുടർച്ച, അതാണ് ഡിഎംകെ, എം കെ സ്റ്റാലിൻ ഇത്ര വലിയൊരു വിശാലമായ ഒരു മുന്നണി രൂപീകരിച്ചുകൊണ്ടാണ് അവർ എന്തായാലും തമിഴകം പിടിക്കാൻ ഇത്തവണ ഇറങ്ങുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ മുന്നണികൾക്കും പാർട്ടികൾക്കും ഒക്കെ വളരെ നിർണായകമാണ് തമിഴ്നാട്ടിലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ക്രിസ്റ്റീന, ഒപ്പം തന്നെ പറയുന്നത് പോലെ ഈ ഭാഷാ നയമൊക്കെ വീണ്ടും ചർച്ചയാകുകയാണ്. ത്രിഭാഷാ നയം വേണ്ട, ദ്വിഭാഷാ നയം മതി എന്ന, ഹിന്ദി ഞങ്ങൾക്ക് പഠിക്കേണ്ട എന്ന രീതിയിലൊക്കെയുള്ള പ്രചാരണമുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തി തമിഴ്നാട്ടിൽ പ്രചാരണം പൂർത്തിയാവുകയാണ്. ഇന്ന് കുട്ടിക്കലാശമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.